ചേച്ചി കടന്നു കൊടുത്തിട്ടാണോ അഭിനയിച്ചത്? പാർവതി തിരുവത്തൊരു സിനിമയ്ക്ക് മേടിക്കുന്ന പൈസയാണോ ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുടെ പെൺകുട്ടി മേടിക്കുന്നത്? അല്ലെങ്കിൽ അത്രയും താരമൂല്യം ഇല്ലാത്ത മറ്റൊരു പെൺകുട്ടി മേടിക്കുന്നത്? അപ്പോൾ എന്നാൽ പിന്നെ അത് മേടിച്ചേക്കാൻ നോക്കി പാർവതി അത് ഈക്വലായിട്ട് മേടിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ വന്നിരുന്ന വിഡ്ഢിത്തനെ വിളിച്ച് പറഞ്ഞിട്ട് അതാ എന്ത് പറഞ്ഞാലും ആണുങ്ങളെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യാൻ പറ്റും? ഹേമ കമ്മീഷനെ കൊണ്ടുവന്നതാരാ? ഇവരാ. ദിലീപേട്ടൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് അവസരം നിഷേധിക്കപ്പെട്ട് കംപ്ലീറ്റ്ലി പുറത്തായി കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ ഇനി ആണുങ്ങളുടെ നെഞ്ചത്ത് കയറി കളഞ്ഞേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് പേര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിന്റെ തീരുമാനത്തിൽ അവർ മാത്രം കൊണ്ടു കൊടുത്ത മൊഴിയാണോ ഹേമ കമ്മീഷനിൽ? നമസ്കാരം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള ചലച്ചിത്ര വേദിയിൽ പ്രകമ്പനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭൂകമ്പത്തിന് സമാനമായ ചില പ്രകമ്പനങ്ങളാണ് മലയാള ചലച്ചിത്ര പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചലച്ചിത്ര തൊഴിൽ മേഖലയിൽ ഏറ്റവും താഴേക്കിടയിലുള്ള തൊഴിലാളി മുതൽ അങ്ങ് സൂപ്പർ സ്റ്റാറുകൾ വരെയുള്ളവരുടെ സ്വസ്ഥത കെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിലെ ഏതാനും ഭാഗങ്ങൾ ഏതാണ്ട് 70 പേജോളം മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റി അഥവാ ആ പേജുകളെല്ലാം നീക്കം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കില്ല. അഥവാ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന അതീവ ഗൗരവതരമായ ലൈംഗിക ചൂഷണങ്ങളും അസമത്വങ്ങളും അക്രമങ്ങളും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയമാണ് എന്നുള്ളതാണ്. ആരെയോ ബോധിപ്പിക്കുവാൻ വേണ്ടി അതീവ ഗുരുതരമായ ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റിയതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളമെമ്പാടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ താരങ്ങളടക്കം പലരുടെയും വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, പലരുടെയും സന്മാർഗ അവബോധത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അതെന്തായാലും ഈ റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമങ്ങൾ അഖിൽ മാരാരെ കണ്ടപ്പോൾ ചില അഭിപ്രായങ്ങൾ ആരായുകയുണ്ടായി. ബ്ലോഗറും സിനിമാ നടനും ചലച്ചിത്ര സംവിധായകനും കൂടിയായ അഖിൽ മാരാർ കഴിഞ്ഞ കുറെ നാളുകളായി ദൃശ്യ മാധ്യമങ്ങളിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നായകൻ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന വിവാദങ്ങളാണ് അഖിൽ മാരാർ പുറത്ത് പറഞ്ഞത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പ്രദേശത്ത് ദുരിതബാധിതർക്ക് ദുരിതാശ്വാസം എത്തിക്കുന്നതിൽ കേരളീയരെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ പണം കൊടുത്തു കഴിഞ്ഞാൽ ദുരന്തമുഖത്ത് ഇത് കൃത്യമായി ചിലവഴിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ചില സംശയങ്ങളാണ് അന്ന് അഖിൽ മാരാർ രേഖപ്പെടുത്തിയത്. ഇതിന്റെ പേരിൽ അഖിൽ മാരാറിനെതിരെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കേസെടുക്കുകയുമുണ്ടായി എന്നുള്ള വിവരങ്ങൾ കേരളീയർ കണ്ടറിഞ്ഞതാണ്. ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രി വഴിവിട്ട് ചിലവഴിച്ചതിനാൽ ലോകായുക്തയിൽ വരെ മുഖ്യമന്ത്രിക്കെതിരെ കേസുണ്ടായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ നിന്നും മുഖ്യമന്ത്രി തടിയൂരിയതെന്നും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അന്ന് നിയമസഭയിൽ ഒരു നിയമനിർമ്മാണം നടത്തിയില്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരുമായിരുന്നു. അതും ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിച്ചതിന്റെ പേരിൽ, അഴിമതി ആരോപണത്തിന്റെ പേരിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത്. എന്നാൽ നിയമനിർമ്മാണത്തിലൂടെ മുഖ്യമന്ത്രി അത്തരം ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അഖിൽ മാരാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. ഇന്നിപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും ഇത് തന്നെയാണ് അഖിൽ മാരാർ പറയുന്നത്. മലയാള ചലച്ചിത്ര വേദിയിലുള്ള ആണുങ്ങൾ എല്ലാവരും മൃഗസമാനരായ ആളുകളാണോ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളോട് ചോദിച്ചത്. എല്ലാ മേഖലയിലും നടക്കുന്നത് പോലെ അരാജകത്വവും അക്രമവും ഒരുപക്ഷെ സിനിമ മേഖലയിലും ഉണ്ടായിരിക്കാം, അത് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ സിനിമാ മേഖലയെ മാത്രം ഇങ്ങനെ അരാജകത്തിന്റെ കുത്തരങ്ങാണ്, അല്ല എന്നുണ്ടെങ്കിൽ ലൈംഗിക ചൂഷണങ്ങളുടെ കളിയരങ്ങാണ്, അല്ലെങ്കിൽ അത്തരം ചില പ്രവൃത്തികൾ മാത്രമാണ് അവിടെ നടക്കുന്നത് എന്ന രീതിയിൽ സിനിമ മേഖലയിലെ തെറ്റുകുറ്റങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുകയും അവിടെയുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും പീഡകരാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നതും നല്ല പ്രവണതയല്ല എന്ന് തന്നെയാണ് അഖിൽ മാരാർ പറയുന്നത്. എന്തിനും ഏതിനും ഇപ്പോൾ ആണുങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല. എന്താണ് അവിടെ നടന്ന പ്രശ്നങ്ങൾ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് ആളുകൾ തൊട്ടും തൊടാതെയും അല്ലെങ്കിൽ നിയമവശങ്ങൾ അറിയാതെ സംസാരിക്കുന്നത് വളരെ ലജ്ജാകരമായ കാര്യം തന്നെയാണ്, അപകടകരമായ കാര്യം തന്നെയാണ് എന്നാണ് അഖിൽ മാരാർ തുറന്നടിച്ചത്. WCC അംഗങ്ങളായി ഏതാണ്ട് 56ഓളം പേര് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവരിൽ ആരൊക്കെയാണ് സമരമുഖത്തുള്ളത്, ആർക്കൊക്കെയാണ് ഇതിൽ കൃത്യമായ പങ്കുള്ളത്, ആരൊക്കെയാണ് അവരുടെ മനസാക്ഷിക്ക് അനുസൃതമായി ഈ വിഷയത്തിൽ നിലകൊള്ളുന്നത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുകൂടി അഖിൽ മാരാർ പറഞ്ഞു.
WCC സംഘടനയിലെ ഒരു അംഗത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഖിൽ മാരാർ ഇങ്ങനെ പറഞ്ഞത്. പാർവതി തെരുവോരത്ത് എന്ന ഒരു നടി, ആ നടിക്ക് കിട്ടുന്ന പ്രതിഫലം മലയാളത്തിലെ മറ്റ് ജൂനിയർ നടികൾക്ക് കിട്ടുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സമത്വത്തിനു വേണ്ടി സംസാരിക്കുന്ന പാർവതി തെരുവോരത്ത് അത്തരം അസമത്വങ്ങളല്ലേ ആദ്യം പരിഹരിക്കേണ്ടത് എന്നുകൂടി അഖിൽ മാരാർ ചോദിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രവണതകൾ എല്ലാ മേഖലയിലും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനെ പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ല. ഏത് തരത്തിലായാലും ലൈംഗിക ചൂഷണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസമത്വങ്ങളോ അരാജകത്വങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിന് നിയമം വഴി ശിക്ഷ ലഭിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഇത്തരം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ആരെങ്കിലുമെല്ലാം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ഇരകൾ വീണ്ടും ഒരു പരാതി നൽകുകയാണെങ്കിൽ കേസെടുക്കാം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അന്തസാരശൂന്യമായ പ്രവണതകളെയും പ്രവൃത്തിയെയും അഖിൽ മാരാർ പുച്ഛിച്ചു തള്ളുന്നുമുണ്ട്. ഒരു FIR ഇട്ട് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസിന് വരെ സാധിക്കും എന്നുള്ളൊരു അവസരത്തിലാണ് ഇപ്പോൾ കൃത്യമായ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തി പീഡനം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏത് ലോകത്താണ്, ഏത് നിയമസംഹിതയാണ് വായിച്ച് പഠിച്ചിരിക്കുന്നത്? അഥവാ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടകർ എന്ന് പറയുന്ന ആളുകൾ ഏത് നിയമഗ്രന്ഥമാണ് പഠിച്ചിരിക്കുന്നത് എന്ന് കൂടിയാണ് അഖിൽ മാരാർ ചോദിച്ചത്. അഖിൽ മാരാർ മാധ്യമത്തിന് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോഴല്ല, ഒഴവൂർ വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അന്ന് 5 ലക്ഷം രൂപ ചികിത്സാ ധനസഹായം 20 ലക്ഷം രൂപ പുള്ളിയുടെ മക്കൾക്കും കൊടുത്തത് ദുരിതാശ്വാസത്തിന് വഴിവിട്ട തീരുമാനമാണ്. ഞാൻ ഉന്നയിച്ച KCB വിഷയത്തിന് മുൻപ് തന്നെ KK രാമചന്ദ്രൻ എന്ന് പറയുന്ന ചെങ്ങന്നൂരെ മുൻ മരിച്ചുപോയ MLAക്ക് കാറിന്റെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് 6 ലക്ഷം രൂപ കൊടുത്തു, സ്വർണ്ണപ്പണയം അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു. ഇതെല്ലാം തന്നെ ദുരിതാശ്വാസം ഇതിൻ്റെ ഒരു നോംസ് ഉണ്ട്, ഒരു മഞ്ഞ ബുക്കാണ്. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ദുരിതാശ്വാസത്തിന് പൈസ മുഖ്യമന്ത്രിക്ക് ചെലവാക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ കൃത്യമായ നിയമലംഘനമായിരുന്നു അന്ന് നടത്തിയത്. അപ്പോഴാണ് ഇവർ ലോകായുക്തയിൽ കേസിന് പോയത്. ലോകായുക്തയുടെ വിധി വരാനിരിക്കെ മുഖ്യമന്ത്രിക്ക് എതിരാകുമെന്ന ഘട്ടത്തിൽ പണ്ട് KT ജലീൽ ലോകായുക്തയുടെ വിധി വന്നപ്പോൾ രാജിവെച്ചു. അപ്പോൾ ലോകായുക്തയുടെ വിധി വന്നാൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. അപ്പോൾ രാജിവെക്കാതിരിക്കാൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഈ വിധി മുഖ്യമന്ത്രിക്ക് എതിരാക്കാൻ പാടില്ല. അങ്ങനെ 1 വർഷം ഈ വിധി വരാതെ പൂഴ്ത്തി വെച്ചു. ഈ ഹേമ കമ്മീഷൻ പോലെ തന്നെ 1 വർഷം വിധി വരാതെ പൂഴ്ത്തി വെച്ചു. ഹേമ കമ്മീഷൻ പോലെ ഒന്നും പറയാൻ പറ്റില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ്. മറ്റേതെന്ന് പറയുന്നത് ഒരു ഹൈക്കോടതിയിൽ വിചാരണ നടന്നതിന് ശേഷം വാദം പൂർത്തിയായതിനു ശേഷം. അപ്പോൾ വാദം പൂർത്തിയായി കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണമെന്നത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റാണ്. അനിൽ റായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആണോ ബീഹാർ ആണോ ഓർക്കുന്നില്ല, അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. 90 ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണം. പക്ഷെ വിധി പ്രഖ്യാപിച്ചിട്ടില്ല ഇവര്. എന്നിട്ട് ലോകായുക്ത ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ നിന്നിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രിയോട് സംസാരിച്ചിട്ട് നിയമമന്ത്രിയോട് സംസാരിച്ചിട്ട് ഭേദഗതി ചെയ്തു. എന്ത് ഭേദഗതി? മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത ഒരു വിധി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ തീരുമാനം നിയമസഭയ്ക്ക് വിടും. നിയമസഭയിലാണ് അത് ചർച്ച. നിയമസഭയിൽ ആരും ഏത് മുഖ്യമന്ത്രി ഉൾപ്പെടുത്തി, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഏത് മുഖ്യമന്ത്രിക്കായാലും നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടൊന്നല്ല പുള്ളി മുഖ്യമന്ത്രി ആവുന്നത്. അപ്പൊ ആ ഭൂരിപക്ഷ കമ്മിറ്റി തീരുമാനിക്കണമെന്നായി മാറി. അന്ന് ലോകായുക്തയെ നശിപ്പിച്ചതുപോലെ, അതായത് കൊണ്ടുവന്ന ലോകായുക്തയെ നശിപ്പിച്ചതുപോലെ ഹേമ കമ്മീഷനെ കൊണ്ടുവന്നതാരാ? ഇവരാ. ദിലീപേട്ടൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഇപ്പം അതിനെ മൂടിക്കെട്ടി ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് അവസാനം മലയാള സിനിമയിലുള്ള കംപ്ലീറ്റ് നടിമാർക്കും നടന്മാർക്കും ഒരേപോലെ ദോഷകരമാക്കിയിട്ട് മാനഹാനിക്കും വേണ്ടിയിട്ട് മാത്രം ഒരു അനാവശ്യ റിപ്പോർട്ട് മാത്രമായിട്ട്. ഹേമ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് കാരണം സൂപ്പർ താരങ്ങളടക്കം ഒരുപാട് താരങ്ങളുടെ സൈബർ അറ്റാക്ക് ഒരുപാട് രീതിയിൽ നേരിടുന്നുണ്ട്. ചെയ്തവരായിക്കോട്ടെ ചെയ്യാത്തവരായിക്കോട്ടെ. അത്തരത്തിലുള്ള താരങ്ങൾ ഇങ്ങനെ പ്രതികൂടി നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ആ ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കണം. സിനിമയിലെ അഭിനേതാക്കളോട് ഇപ്പം നിങ്ങൾ പോയിട്ടൊരു സിനിമാ നടിയെടുത്ത് പോയി ചോദിക്കും. പണ്ട് എൻ്റെ പ്രശ്നം വന്നപ്പോൾ പോയി ചോദിച്ചെന്നല്ലേ പറഞ്ഞത്, ചേച്ചി കടന്നു കൊടുത്തിട്ടാണോ അഭിനയിച്ചത്? അന്നേരം അവർ പച്ച മറുപടി അവിടെ പറയും. അന്നേരം നിങ്ങൾ അതിനുള്ള മറുപടി നിയമം അറിയാവുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഇപ്പം എല്ലാവരും അറിയാൻ അതായത് പോലീസുകാർക്ക് സ്വയം കേസെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിൽ 100% പറ്റും. 100% തെളിവ് വേണം. ഒന്നും വേണ്ട. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് FIR ഇട്ടതിന് ശേഷം അതിന് സാധ്യതയില്ലെങ്കിൽ പിന്നീട് FIR റദ്ദ് ചെയ്യാം. പക്ഷെ ഒരു പരാതിയും വേണ്ട. ഇപ്പം പരസ്യമായിട്ട് ഞാൻ പരസ്യമായിട്ട് ഉന്നയിച്ചു എന്നൊരു വിഷയമുണ്ടല്ലോ, അതിന്റെ പേരിലും പോലീസിന് FIRന്റെ റൈറ്റ്സ് എന്താണെന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. പോലീസിന് FIR ഇടാം, പക്ഷേ ആ FIR നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രമേ അറിയാൻ പറ്റൂ. 5 വർഷം മുമ്പത്തെ റിപ്പോർട്ടായിരുന്നു. അതെ, ശരി. അപ്പോൾ ഇത് ഇപ്പോഴുള്ള റെലവൻസും കാര്യങ്ങളും എന്തായിരിക്കും? 5 വർഷം കഴിഞ്ഞാൽ സ്ത്രീയല്ലാതായി മാറും. ഞാൻ ഇത് ഏത് കാലഘട്ടത്തിലാണ് പഠിച്ചതെന്നാണ് അറിയേണ്ടത്. ഇത് ഇവർ 90 കാലഘട്ടത്തിൽ നടന്ന സിനിമകളുടെ പ്രശ്നങ്ങളാണോ പറഞ്ഞിട്ടാണോ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടെന്നോ? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന് എത്ര സാമ്പിൾ ചൂസ് ചെയ്തിട്ടുണ്ട്, എത്ര പേരുടെ പരാതികൾ ഇവർ കേട്ടിട്ടുണ്ട്, ഇത് ഏത് കാലഘട്ടത്തിലെ പരാതിയായിരുന്നു, ഏത് പ്രായത്തിലുള്ള സ്ത്രീകളുടെ പരാതിയായിരുന്നു, ഇന്നത്തെ ഈ പുതിയ തലമുറയിൽപ്പെട്ട അഭിനേതാക്കൾ ആരെങ്കിലും ഒരാൾ ഇത് ഹേമ കമ്മീഷന് മുമ്പിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ?
അല്ലാതെ സിനിമയിൽ നിന്ന് അവസരം നിഷേധിക്കപ്പെട്ട് കംപ്ലീറ്റ്ലി പുറത്തായി കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ ഇനി ആണുങ്ങളുടെ നെഞ്ചത്ത് കയറി കളഞ്ഞേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് പേര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിന്റെ തീരുമാനത്തിൽ അവർ മാത്രം കൊണ്ട് കൊടുത്ത മൊഴിയാണോ ഹേമ കമ്മീഷനിൽ ഒരു പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഇരിക്കുന്ന കംപ്ലീറ്റ് സ്ത്രീകളുടെ ഭാഗമായിട്ട് പറയേണ്ടത്? അപ്പൊ നമുക്ക് അറിയണം. 56 പേരാണ് എന്റെ അറിവിൽ WCC ഉണ്ടെന്ന് പറയുന്നത്. ഈ 56 പേര് മാത്രമേ മൊഴി കൊടുത്തിട്ടുള്ളൂ. എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട്? ഇതൊക്കെ ഇത് എങ്കിലല്ലേ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഇലക്ഷന്റെ റിസൾട്ടിന് പോലും നമ്മൾ എക്സിറ്റ് പോളൊക്കെ പറയുമ്പോൾ ഒരു ചൂസിങ് ഉണ്ടല്ലോ. അതുപോലെ ഇന്നലെ പാർവതി തിരുവോത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇത് പുറത്ത് പേര് പറഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടുന്ന ഉറപ്പുണ്ടോ എന്നുള്ള സംഭവമുണ്ട്. അപ്പൊ എത്രത്തോളം പോസിബിൾ ആണ്? അത് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന കാര്യം. അതിലിട്ട് അതേപോലെ ഒരു സംവിധായകനും കൂടെ ആണ്. അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതായിട്ടാണ്. ഇത് സിനിമ എന്ന് മാത്രമല്ല, സമസ്ത മേഖലകളിലും പ്രശ്നമുണ്ട്. മാധ്യമരംഗത്ത് പ്രശ്നങ്ങളില്ലേ? എത്ര മാധ്യമ പ്രവർത്തകരെ പീഡനത്തിന്റെ പേരിൽ പേര് വന്നിട്ടുണ്ട്, പുറത്തു വന്നിട്ടുണ്ട്. ഇത് സമസ്ത മേഖലയിൽ ഈ പ്രശ്നമുണ്ട്. സിനിമ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമായതുകൊണ്ട് അതിനെ കുറച്ചുകൂടി ഒരു ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. നീതി നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ മാത്രമല്ല തുല്യമായിട്ട് നിയമത്തിന് മുമ്പിൽ നമുക്ക് നീതി തുല്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റും. കാശ് കൊടുക്കുന്ന കാര്യത്തിൽ നീതിയും സമത്വം എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? മാർക്കറ്റ് വാല്യൂ ആണ് പ്രധാനം. ഇപ്പോൾ ഇവരൊക്കെ വന്നിരുന്ന് പലപ്പോഴും സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. എന്നിട്ട് അവർ ഇപ്പോൾ ഒരു നായിക നടി മേടിക്കുന്നത്, ഇപ്പോൾ പാർവതി തിരുവോത്ത് ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പൈസയാണോ ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുടെ പെൺകുട്ടി മേടിക്കുന്നത്? അല്ലെങ്കിൽ അത്രയും താരമൂല്യമില്ലാത്ത മറ്റൊരു പെൺകുട്ടി മേടിക്കുന്നത്? അപ്പോൾ എന്നാൽ പിന്നെ അത് മേടിച്ചേക്കാന്ന് പാർവതി അത് ഈക്വലായിട്ട് മേടിക്കും. മോഹൻലാൽ മേടിക്കുന്ന കാശ് പാർവതിക്ക് കിട്ടത്തില്ലെങ്കിൽ നയൻതാര മേടിക്കുന്ന കാശ് ഇവിടുത്തെ ഒരു മലയാളത്തിലൂടെ നടന് കിട്ടത്തില്ല. അപ്പോൾ ആണോ പെണ്ണോ എന്ന് നോക്കിയിട്ടാണോ? അവരുടെ മാർക്കറ്റ് വാല്യൂ ആണ്. ഇതൊന്നും മനസ്സിലാക്കാതെ വന്നിരുന്ന വിഡ്ഢിത്തനെ വിളിച്ച് പറഞ്ഞിട്ട് അതാ എന്ത് പറഞ്ഞാൽ ആണുങ്ങളെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യാൻ പറ്റും? ഈ സിനിമാക്കാരും ജനങ്ങളും തമ്മിലുള്ളൊരു അന്തരം കൂടി വരില്ല ഇങ്ങനെ? സിനിമാക്കാരപ്പം മൃഗങ്ങളാണ്. മൊത്തത്തില് മൃഗങ്ങളുടെ പോലെയാണല്ലോ ഇപ്പൊ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുകയാണ് മൊത്തത്തില് സോഷ്യൽ മീഡിയ ആണെങ്കിൽ. ഇതൊരു വ്യക്തത ഇല്ലാതായി പോയെന്നേ. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇതൊരു നിയമപരമായ ഒരു ജസ്റ്റിസിന്റെ അന്വേഷണത്തിൽ അവർക്ക് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ ഇപ്പൊ കോടതി ആവശ്യപ്പെട്ട് ഞങ്ങളെ നാട്ടിൽ ഞാനും സോമേനോട് ചായക്കടയിൽ സംസാരിക്കുന്ന മാറ്ററായി പോയി. ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണം. സമർപ്പിച്ചിട്ട് എന്തായാലും വിഷയം ഉണ്ടായിരുന്നു.